ഒരു യുദ്ധത്തിന് റെഡിയാണോ? യുദ്ധം എന്താന്നുള്ളതല്ലേ, അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പട്ടാണിക്കടലാന്നും മട്ടറിനും ഗ്രീൻ പീസിനും വിളിക്കുന്ന ആളെ ഒന്ന് അങ്ങോട്ട് വറുത്തെടുത്തേക്കാന്ന്. ശബ്ദം കേൾക്കും പറഞ്ഞൂടെ, സൂപ്പറാന്ന്. അപ്പൊ ഫുൾ വീഡിയോ ഉടനെ നോക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഫ്രൈ റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ: ഗ്രീൻ പീസ് 2 കപ്പ്, ആവശ്യത്തിന് വെള്ളം, അത് മൂടി കിടക്കണം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊരു 8 മണിക്കൂർ കുതിർത്തിടാം കേട്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ആ വെള്ളം വാർന്ന് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു തുണിയിലേക്ക് അങ്ങോട്ട് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഒപ്പി കളഞ്ഞ് എല്ലാം വിതച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഫുൾ വെള്ളം അങ്ങോട്ട് കളഞ്ഞേക്കണം. അത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിക്കുക, നന്നായിട്ട് ചൂടാക്കുക, അതിലേക്ക് ആ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തേക്കാം. ഇങ്ങനെ കിടന്ന് അവൻ അവിടെ കിടന്ന് ക്രിസ്പാവും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഇനിയാണ് മോനെ യുദ്ധത്തിന് റെഡിയല്ലേ. ഇനി ഇവൻ പതക്കനെ കുറച്ച് കഴിയുമ്പോൾ പൊട്ടാൻ തുടങ്ങും. ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പം ഇതിങ്ങനെ അരിപ്പ് വെച്ച് അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അതല്ലെങ്കിൽ ആ ഭാഗം മൊത്തം പ്രശ്നമായിരിക്കും, നിറച്ച് ഓയിലായിരിക്കും. ഞാനിതേപോലെ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ മുൻപ്. പോർക്കിൻ്റെ ബെല്ലി ഫ്രൈ ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ തെറിക്കണേ. ഇതും അതേ അവസ്ഥയാണ്. അപ്പം അതിലേക്ക് അത് കഴിഞ്ഞാൽ ഒരു ബോളിലേക്ക് മാറ്റാം, ഒരു നാപ്കിൻ ഇടാം. അപ്പോൾ കുറച്ചുകൂടി എണ്ണ പോയിക്കോളും. എല്ലാം കഴിഞ്ഞു അതിൻ്റെ നാപ്കിനോട് കൂടി എല്ലാം എണ്ണയും എടുത്ത് കളയാം. അത് കഴിഞ്ഞ് അതിലേക്ക് ബ്ലാക്ക് സോൾട്ട് 1/2 ടീസ്പൂൺ, നമ്മുടെ കുരുമുളക് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, ഡ്രൈ മാംഗോ പൗഡർ 1/4 ടീസ്പൂൺ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ കൈ കൊണ്ട് മുന്നോട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി എൻ്റെ ശബ്ദം നോക്കി, പൂട്ട കട പൊട്ടും പൊട്ടും ഗ്രീൻ പീസ് മട്ടൻ. ഇപ്പൊ യുദ്ധമാര് ജയിച്ചെന്ന് മനസ്സിലായില്ലേ? 1.5 യുദ്ധമല്ലായിരുന്നേ, കടലും ഓയിലും തമ്മില്. ഇപ്പൊ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഇത് നമുക്ക് തിന്നു നോക്കാം. ഉണ്ട് കൂടുതൽ പറയണ്ടല്ലോ, ശബ്ദം സംസാരിക്കുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ, സീ യു വിത്ത് എ ന്യൂ വീഡിയോ.